ഒടുവിൽ ആ ദിവസം വന്നെത്തി. മറന്നിട്ടില്ല രാമ ഒന്നും. ഉള്ള പറയല്ലേ, അവന്റെ കല്യാണം മുടക്കാന്നായിരുന്നു എന്റെ പ്ലാൻ. അവൻ നമ്മളെ കല്യാണത്തിന് പണിഞ്ഞില്ലേ, അതിന്റെ ഇരട്ടി അവന് പണിയണം. പിന്നെ പണിയണ്ടേന്നാ ഞാൻ കുടിച്ച് കൂത്താടുന്ന വീഡിയോ അവടുത്ത് ആ സ്ക്രീൻ ഇട്ടത് ആദ്യത്തോടത്തില്. പിന്നെ ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ ഉമ്മ വയ്ക്കുന്നുള്ള കാര്യം നിനക്കറിയാല്ലേ. ഞാൻ അതിലാരെ ചുണ്ടൊക്കെ കടിച്ച് പറിക്കുന്നു. ഞാൻ നോക്കിയപ്പോ അവൾ എന്നെ ഇരുന്ന് നോക്കുന്നു ഇങ്ങനെ. പിന്നെ നീ എന്തിനു ചെയ്ത്? ഞാൻ പിന്നെ ബയ്യാണെന്നങ്ങ് പറഞ്ഞു. എന്റെ കല്യാണത്തിനല്ലേ 2 കിലോമീറ്റർ എന്നെ പാളെ കെട്ടിയാണ് വലിച്ചത്. അന്ന് രാത്രിയില്ലേ ഞാൻ ദാ ഇങ്ങനെ പിടിച്ചെന്നാണ് ഉറങ്ങിയത്. ഞാൻ ആദ്യ രാത്രിയിലോട്ടങ്ങ് ആറ്റുനോറ്റിരുന്ന് കടന്നതും ഒരു സൗണ്ട്. അതെന്തേരി? എടാ മരം മുറിക്കുന്ന മെഷീൻ. ഇവ അതും കൊണ്ടുവന്നിട്ട് എന്റെ വീട്ടുകാരെ മൊത്തം എഴുന്നേപ്പിച്ചിട്ട് അവസാനം അവരെല്ലാം കൂടെ കട്ടഞ്ചായിട്ട് കൂടിയും പാട്ടും ബഹളമായി. എന്റെ ആദ്യ രാത്രി എങ്ങനെ പോയി? എനിക്ക് രണ്ടാമത്തെ രാത്രിയാ. എന്റെ ആദ്യ രാത്രിക്ക് പെണ്ണിനെ മാറ്റി അവൻ കയറി കിടന്നു. സംശയം തോന്നി ആ ലൈറ്റ് ഞാൻ ഇട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ആരാണെന്നാ പറഞ്ഞേനെ. നീ പറ, നമുക്ക് അവൻ എന്തേലും ചെയ്യാം. ബിരിയാണി ചമ്പ അടിച്ചോണ്ട് പോവാം, ബിരിയാണി പ്ലേറ്റ് അടിച്ചോണ്ട് പോവാം, അച്ചാറിന്റെ തൊട്ടി അടിച്ചോണ്ട് പോവാം, പോടാ കുറച്ച് ചോറ് പൊതിഞ്ഞോണ്ട് പോവാം, പപ്പടം പൊടിക്കാം. നിനക്ക് അവന് പണി കൊടുക്കണമെന്നല്ല, നിനക്ക് ചാപ്പാടടിക്കണം. എന്നാ പിന്നെ ഇയാൾ അങ്ങോട്ട് പറ. ആടിച്ചോറത്തിന്റെ ഫ്രണ്ടില് വാള് വെക്കാം. അയ്യേ, ഇരിക്കുന്ന ദിവാലില് വാള് വെക്കാം. ഹാരത്തില് വാള് വെക്കാം. ആൾക്കാരിരിക്കുന്ന കസേരയില് ഫുള്ള് വാള് വെക്കാം. 10-750 കസേരുണ്ട്. നിന്റെ കൊട്ടല് വിളി വരുവാടാ. അല്ല, നീ എങ്ങനെ വാള് വെക്കാനാണ് പ്ലാൻ? നീ സാധനം എടുത്താ നിനക്ക് കള്ളു കുടിക്കണം. പിന്നെ എന്തരാ ഇയാള് പറ. അവന്റെ വീട്ടുകാരെ എല്ലാരെയും നേരത്തെ ഓഡിറ്റോറിയത്തിലോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് ലാസ്റ്റ് അവനെ കുളിക്കാൻ കയറ്റിയിട്ട് ബാത്റൂം വെളിയിൽ നിന്ന് കുറ്റിയിടാം. എക്സലന്റ് ആടാ. നീ എന്താടാ പറയുന്നവർക്കാ? അവന്റെ മൂത്താപ്പടെ കൈയൊക്കെ അറിയാലേ, ഒരാടിക്ക് അണഞ്ഞു പോവും. എന്താണ് അവിടെ ഒരു ഗൂഢാലോചന? അല്ലല്ലേ, ഇനിയിപ്പം പഴയതുപോലും ഒന്നും അല്ലല്ലോ. പുതിയ കുറെ ഉത്തരവാദിത്തങ്ങൾ വരെയല്ലേ. അത് പോയിന്റ്. അസുഖങ്ങളൊക്കെ ഇപ്പൊ പെട്ടെന്ന് വരെയല്ലേ. അപ്പൊ നമ്മളെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന ഒരു കാര്യം പറയായിരുന്നു. അതെവിടെ നിന്നാ എടുക്കുന്ന? അത് ബയോയിൽ ലിങ്ക് ഉണ്ട്. ഇഷ്ടപ്പെട്ട കമ്പനിയുടെ പ്ലാൻ നിനക്ക് എടുക്കാം. വൈഫ് പ്രഗ്നന്റ് ആയാല്, പിന്നെ കൊച്ചു ജനിച്ചാല് ഹോസ്പിറ്റൽ ബില്ലൊന്നും എന്റെ കൈ നിക്കൂല. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലാൻ നോക്കി എടുക്കുന്നതായിരിക്കും ബുദ്ധി അല്ലേ? പിന്നെ അച്ഛനും അമ്മയ്ക്കും കൂടെ പ്രായമായി വരെയാണല്ലോ. അപ്പൊ എന്റെ ഫാമിലി മൊത്തം കവറാവുന്ന ഒരു പ്ലാൻ നോക്കാം അല്ലേ? ഹലോ, മണവാളൻ ശബരിയാണ്. അതെ അതെ ആണോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ കല്യാണം വിളിക്കാൻ വന്നേനെ കേട്ടാ. വിളിച്ചോടാ. വിളിക്കുന്നില്ല, പെണ്ണ് പോയി. ശബരി, ജീവിതമൊക്കെ ആകുമ്പോ ഇങ്ങനെയുണ്ടറാ. നീ ചിരിക്കാണ്. അല്ല, ഇതിന്റെ വിഷമം നോക്കുക. നമുക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോടാ. നമുക്ക് അവനങ്ങ് കൊന്നു കളഞ്ഞാലേ? വേണ്ട, ഓൾറെഡി ചത്തു.